9 മണി വാർത്തയിലേക്ക് വിശദമായി. വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം ഇന്ന്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിലും കമ്മീഷന്റെ പ്രതികരണം ഉണ്ടാകും. ഇതേ വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധിയും RJD നേതാവ് തേജസ്വി യാദവും നയിക്കുന്ന വോട്ട് അധികാർ യാത്രയ്ക്കും ഇന്ന് ബീഹാറിൽ തുടക്കമാവുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി രാകേഷാണ് ചേരുന്നത്. രാകേഷ്, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ അഭിമാനം കൊള്ളുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. സാധാരണ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനങ്ങളാണല്ലോ നടത്താറുള്ളത്. ഇതിപ്പോൾ അങ്ങനെയൊരു അജണ്ട മുന്നിലുണ്ടോ? എന്തായാലും മാധ്യമപ്രവർത്തകർ ഈ വോട്ട് ചോരി ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അതിനൊരു മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? അതെ അഭിലാഷ്, സാധാരണഗതിയിൽ ഞായറാഴ്ച വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ ഞായറാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വാർത്താ സമ്മേളനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ കൃത്യമായി രേഖപ്പെടുത്താറുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ്. ഏത് സംസ്ഥാനമാണോ എങ്കിൽ അക്കാര്യം സൂചിപ്പിക്കാറുമുണ്ട്. ഏതായാലും ഇന്നലെ കമ്മീഷന്റെ പുറത്ത് വന്ന ഈ അറിയിപ്പിൽ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല. ഏതായാലും കമ്മീഷൻ ഇന്ന് ഏതായാലും ഈ തീരുമാനം എടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനും ഒപ്പം തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അടക്കമുള്ള വിഷയങ്ങളിൽ കമ്മീഷന്റെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കാനും തന്നെയാണ്. പക്ഷേ യാദൃശ്ചികം എന്ന നിലയ്ക്കാകട്ടെ ഇന്ന് ഏതായാലും രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കൂടി ബീഹാറിൽ നിന്ന് തുടക്കമാവുകയും ചെയ്യുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. നേരത്തെ തന്നെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ്. ഹരിയാനയിലും വിജയം ഇത്തവണ ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടിയിരുന്നു. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്ന് തന്നെ വലിയ ആരോപണങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഓഗസ്റ്റ് 7-ാം തീയതി രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം ചില തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ട് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 5 തരത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു, തട്ടിപ്പ് നടന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഒരു മണ്ഡലത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്. അത് ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലെ മഹാദേവപുര എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിന്റെ കാര്യങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി ചില കണക്കുകളൊക്കെ തന്നെ നിരത്തിയത്. 1,02,000 വോട്ടുകൾ അവിടെ ഇത്തരത്തിൽ ക്രമക്കേടിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഗുരുതര ആരോപണം. അതിനുശേഷം കമ്മീഷൻ പലപ്പോഴായി നിരസിച്ചിട്ടുണ്ട്. ഫാക്ട് നടത്തി രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു പ്രതികരണത്തിന് കമ്മീഷൻ ഇതുവരെ തയ്യാറായിരുന്നില്ല. ഇന്ന് ഏതായാലും 17-ാം തീയതി ആകുമ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുകയാണ്. 3 മണിക്ക് ഈ വാർത്താ സമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറും മറ്റ് കമ്മീഷണർമാരും പങ്കെടുക്കും. ഈ ആരോപണങ്ങൾക്ക് സ്വാഭാവികമായും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടാകും. ഏതായാലും ഇന്നലെ വൈകിട്ട് കമ്മീഷൻ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതിൽ തന്നെ ചില പോയിന്റുകൾ കമ്മീഷൻ അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പല തരത്തിലുള്ള പ്രക്രിയയിൽ കടന്നിലൂടെയാണ് ഒരു വോട്ടർ പട്ടിക കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ബൂത്ത് തലത്തിലടക്കം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്. അങ്ങനെ ജില്ലാ തലത്തിലും സമാനമായ രീതിയിൽ ഇതിന്റെ പ്രക്രിയകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. ഇതിന്റെ കരട് പട്ടിക അത് ഡിജിറ്റലായും അല്ലാതെയും കരട് പട്ടിക ഒക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇത് കൃത്യമായി പരിശോധിക്കാത്തതാണ് നിലവിൽ പ്രശ്നങ്ങൾക്ക് കാരണം. കുറ്റമറ്റ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത്. അതാണ് എല്ലായ്പ്പോഴും നടന്നിട്ടുള്ളത് എന്നുകൂടി കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ട് ഈ ആരോപണങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. ഇന്നലെ ഏതായാലും ഈ പ്രസ്താവനയിൽ കോൺഗ്രസ് ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. KC വേണുഗോപാൽ അടക്കമുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്ന് കമ്മീഷനോട് ഈ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളുണ്ടാകും. എന്തായിരിക്കും ഈ വിമർശനങ്ങൾക്ക് കമ്മീഷൻ മറുപടി പറയുക എന്നുള്ളത് നിർണായകമാണ്. ഇതേ സമയം തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് യാത്രയ്ക്ക് ഏതായാലും തുടക്കമിടുന്നത്. 11:30 ബീഹാറിലെ സാസാറാമിൽ നിന്ന് ഈ യാത്ര ആരംഭിക്കുക. ഏതായാലും 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര വിവിധ ജില്ലകളിലൂടെ കടന്നുപോയി ഏതാണ്ട് 1300 കിലോമീറ്റർ പിന്നിടുന്നുണ്ട്. അങ്ങനെ സെപ്റ്റംബർ 1 വരെയുള്ള ഒരു യാത്രയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാകേഷ്, തീർച്ചയായും ഈ തവണ ഉയർത്തുന്ന വിഷയം എന്നത് ഈ വോട്ട് ചോരി എന്നത് തന്നെയാണ്. BJPക്ക് വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് എന്ന സംശയം കൂടിയാണ് ഉന്നയിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP അധികാരത്തിലേറിയത് ഇത്തരം കള്ളവോട്ടുകൾ കൊണ്ടാണ് എന്ന ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താൻ പോകുന്ന വാർത്താ സമ്മേളനവും ഇതിൽ പ്രധാനപ്പെട്ടതായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പറയാൻ പോകുന്ന അല്ലെങ്കിൽ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്താൻ പോകുന്ന പലതിനും ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലുണ്ടായാൽ അതും ഈ റാലിയുടെ ഭാഗമായി പ്രചാരണത്തിന്റെ ഭാഗമായി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നായി മാറില്ലേ?
അതെ അഭിലാഷ്, കാരണം കമ്മീഷൻ എന്തു പറയുന്നു എന്നുള്ളത് നിർണായകമാണ്. ഏതായാലും ബീഹാറിലെ വിഷയത്തിൽ കമ്മീഷൻ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ബീഹാറിൽ കോടതി കയറിയ വിഷയമാണ്. പലപ്പോഴായി കമ്മീഷൻ തന്നെ അക്കാര്യങ്ങൾ പലപ്പോഴായി വാർത്താക്കുറിപ്പിലൂടെ തന്നെ എന്തൊക്കെ നടപടികൾ ഇതുവരെ കൈക്കൊണ്ടു തുടങ്ങിയ കാര്യങ്ങൾ ബീഹാറിന്റെ കാര്യത്തിൽ പുറത്തുവിട്ടിരുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളും പലപ്പോഴായി തള്ളിയിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല, കർണാടക മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിൽ ആരോപണങ്ങൾ സത്യവാങ്മൂലം നൽകണം, ഉന്നയിച്ച വിഷയങ്ങളിൽ സത്യവാങ്മൂലം നൽകണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി അതിന് തയ്യാറായിരുന്നില്ല. അതിനുള്ള അധികാരം കമ്മീഷനില്ലെന്നടക്കം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും കമ്മീഷൻ എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും തെളിവുകൾ ഉണ്ടെന്ന് അവർ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്മീഷൻ പറയുന്നതനുസരിച്ച് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായേക്കാം, കൂടുതൽ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ആരോപണങ്ങൾ, ചില തെളിവുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിടാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ യാത്ര നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്ന സാഹചര്യത്തിൽ, ഇന്ന് യാത്ര ആരംഭിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഈ യാത്രയിലുടനീളം എന്തു പറയും എന്നുള്ളത് നിർണായകമാണ്. ഇപ്പോൾ ഏതായാലും ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 65 ലക്ഷം പേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. അതിൽ അങ്ങനെ വരുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങൾ എന്നിവരെ ഒഴിവാക്കാനുള്ള നീക്കമാണ് നടത്തുന്നെന്ന ആരോപണമാണ് ഇന്ത്യ സഖ്യം ഏതായാലും ഉന്നയിക്കുന്നത്. റൈറ്റ്, ഇതാണ് സാഹചര്യം. പ്രത്യേകിച്ച് BJP അധികാരത്തിലേറിയത് ഇത്തരം വോട്ട് കൊള്ളയിലൂടെയാണ് എന്ന വിമർശനം ഉന്നയിക്കുമ്പോൾ